ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വളരെ നേരത്തെ സന്ധ്യയാവും. വെറും വാസ്ലിൻ ബ്ലൂ സീൽ കൊക്കോ ബട്ടർ. ഇത് എന്നതാ പോലെ ബേക്കറി പോലെ ഉണ്ട്. ഫുഡ് ഐറ്റം അത് ആണോ? കിടാവൂലേ അപ്പ? എണ്ണി നോക്കുക പിന്നെ പെട്ടെന്ന് ഇത് മറ്റവനല്ലേ? ആ ഇതെനിക്ക് മനസ്സിലായി. അപ്പയുടെ ഫേവറേറ്റ് സാധനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുക. പ്രസാദം ഇല്ലാത്ത കാര്യം എന്നാന്ന് വെച്ചാൽ സന്ധ്യയായപ്പോ ഒരു മഴ പെയ്തു. പിന്നെ മൊത്തത്തിലൊരു മടുപ്പായി. ഞങ്ങള് വന്നപ്പോഴും ഒന്നും കാണാൻ മേലായിരുന്നു. ബ്ലോക്കും മഴയല്ലേ. നിങ്ങൾ വന്നു കയറി ഇപ്പൊ 7 തോന്നുന്നു. അതെ അതെ അതെ. ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ. പക്ഷെ മൊത്തത്തിലൊരു നല്ലൊരു 10 മണിയായ മട്ടായില്ലേ. ചില ദിവസം കോട ഇറങ്ങൂടെ. നാളെ ശനി ഞായറും കോട ഇറങ്ങണ്ടോന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഭയങ്കര ഫീലാ തണുപ്പ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വളരെ നേരത്തെ സന്ധ്യയാവും. അതെ അതെ. അപ്പൊ ആ സീസൺ ആണല്ലോ, ഇപ്പൊ നവംബർ ആണല്ലോ. അപ്പൊ ആ സീസൺ ആയതുകൊണ്ട് വളരെ നേരത്തെ ഇരുട്ട് വീഴും കേട്ടോ. ഇവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി മഴക്കാറുകളും ഉണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. അപ്പൊ നമുക്ക് അതൊക്കെ പറഞ്ഞിരിക്കാതെ കൊണ്ടുവന്ന സാധനം ഒന്ന് എടുത്തേച്ച് നാളെ നമുക്കൊരു യാത്രയുണ്ട്. ഈ താഴെ ഇരിക്കുന്ന സാധനം ഒന്ന് നോക്കിയേ. അത് വാസ്ലിൻ അല്ലേ? വെറും വാസ്ലിൻ ബ്ലൂ സീൽ കൊക്കോ ബട്ടർ. ഒന്ന് മണത്ത് നോക്കി. അത് ഉഗ്രനായിരിക്കുമല്ലോ. ഉഗ്രനാണത്. നല്ല മണം. എടി പണ്ട് ഇങ്ങനത്തെ ആരാ ഇവിടെ കൊണ്ടുവന്ന കൊക്കോ ബട്ടർ? ഞാൻ തന്നെയാ. ആണോ? അതെന്താ വെച്ചാലേ തണുപ്പ് കാലത്ത് കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും, പ്രത്യേകിച്ച് എ സിയിലിരുന്ന. അപ്പൊ വാസ്ലിൻ രാവിലെ പെരട്ടിയാലുണ്ടല്ലോ വൈകുന്നേരം വരെ ഇതിന്റെ സ്മെല്ലുണ്ടാവും. ഫ്രഷ് ആയിട്ടിരിക്കുവോ? ഇതിന്റെ സ്മെല്ലുണ്ടാവും കയ്യില്. അപ്പൊ പിന്നെ വേറൊരു കാര്യം ഇതിരിക്കണോണ്ടാ പോകൂലാത്തത്. പുറത്തിറങ്ങുവാണെങ്കിൽ അത് ഇത് വരും. അത് ചിലപ്പോ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ആ സ്മെല്ല് നിലനിൽക്കും. നല്ല രസാ. എനിക്ക് എന്താ വെച്ചാ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയാ ഞാൻ ഈ സ്മെല്ലുള്ളത് മേടിച്ച. ഈ കൊക്കോ ബട്ടർ ബോട്ടിലായിട്ടുള്ളത് പണ്ട് റീഷ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലോഷനാ അല്ലേ? ഇത് പെട്രോളിയം ജെല്ലി തന്നെ. ജെല്ലി. ഇതിന് വിലയുണ്ട് കേട്ടോ. അന്നേരം ഒന്ന് മറച്ചു കാണിച്ചേ. അതിന് വിലയുള്ളതാണ്. അത് 199 രൂപയാ. ഇത്രയും ചെറുതിന്. കാരണം ഇത് ഫ്ലേവേർഡ് അല്ലേ, അതുകൊണ്ടാ. ഒറിജിനലിന് അല്ല, ഒറിജിനലിന് അത്ര വിലയില്ല. ഷോപ്പിന്നാണോ? ലുലൂന്ന അല്ലേ? പക്ഷെ ഇടയ്ക്കൊരു സ്മെല്ലേ പഴക്കും. നല്ല രസാ. എല്ലാരും ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കുള്ളത് തുറക്കുമ്പോ. നല്ലതാണ്, നല്ല മണാട്ടോ. കൈയൊക്കെ മഞ്ഞുകാലത്ത് നല്ല സൂപ്പറായിട്ടിരിക്കും. കൈ ഇങ്ങനെ മുരി പോലെ ആയിട്ടില്ല മഞ്ഞ് തുടങ്ങുമ്പോ. എനിക്ക് ഇപ്പഴേ വന്നു തുടങ്ങി. അപ്പഴേ ഞാനിത് മേടിച്ചത്. ഞാൻ ഓർഡിനറി വാസ്ലിനാ തൂക്കാറ്. നേരം അത് തൂക്കുവത് എനിക്കിഷ്ടമല്ല. ഇത് എന്നതാ പോലെ ബേക്കറി പോലെ ഉണ്ട്. ഫുഡ് ഐറ്റം അത്. ആണോ? കിടാവൂലേ അപ്പ? നോക്കട്ടെ എന്നാന്ന് ഇന്ന് കഴിക്കാത്. ബേക്കറിയുടെ പേരൊന്നുമില്ല. ബേക്കറി അല്ലാതെ പിന്നെ എങ്ങനെ ബേക്കറിയുടെ പേര് തന്നെ? അന്നേരം ഉണ്ടാക്കി തന്നതാ. ബേക്കറിയാണ് മനസ്സിൽ മുഴുവൻ. ഞാൻ ഉദ്ദേശിച്ചല്ലോ. ഇതെന്നാ ചപ്പാത്തി അങ്ങനെ? എണ്ണി നോക്കുക. മടക്കി വെച്ചതുകൊണ്ട് ഞാൻ നോക്കി. എന്നാലും എണ്ണത്തിലേക്കാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയാനാ. കുറവാണോന്നും അറിയാലോ. അല്ല കുറവല്ലെന്ന് എനിക്കറിയാം. നീയും അപ്പയും മേടിച്ച ഒരിക്കലും കുറവ് വരില്ല. ഞാൻ കറക്റ്റ് മെഷർമെന്റിൽ മേടിച്ചോളൂ. കാരണം ഞാനധികം തിന്നുമില്ലല്ലോ ചപ്പാത്തി ഒന്നും. പുറത്തുനിന്നുള്ളത് അപ്പവും ചപ്പാത്തി ഞാൻ ഓർമ്മ കൂടുതൽ കഴിക്കാറില്ല. പക്ഷെ ഇന്നാള് പരിമല പോയി വന്നപ്പോ വിശപ്പ് അത്യധികമായതുകൊണ്ട് ഇന്ത്യൻ കോഫി ഒന്ന് മേടിച്ചപ്പോ കഴിച്ചു. നിവൃത്തിയില്ലാതെ വന്നതാ. പൊറോട്ട ഒന്നും കഴിച്ചാൽ വയറൊട്ടും ശരിയാവൂല. അപ്പൊ ഞാൻ എണ്ണി നോക്കിയത് 5 നമ്പർ ഉണ്ട്. ഇത് എവിടെന്നാ മേടിച്ചേ? ഐ കഫേ. എനിക്ക് തോന്നി ഇന്നാള് നീ പറഞ്ഞില്ല അപ്പ തന്നെ ഉണ്ടാക്കി തരുമെന്ന്. നല്ല സോഫ്റ്റാ. ശരിക്കും ഒറിജിനൽ ഗോതമ്പാന്ന് തോന്നണം. അതാ അറിയാൻ മേല എങ്ങനെയാന്ന്. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല. ഡ്രൈ ചപ്പാത്തിയാ, നല്ലതാ. അപ്പനും മകളും ഫുഡ് ഐറ്റം മേടിക്കുവാണെങ്കിൽ എപ്പോഴും ആവശ്യമായിരിക്കും. ഞാൻ പക്ഷെ ആവശ്യത്തിന് മേടിക്കും. ചിലപ്പോ ഇച്ചിരി കുറവും വരും. കുറവ് വന്നാൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കുറവ് തന്നിട്ടുണ്ടോ? ഇല്ല, കുറവ് അങ്ങനെ വരാറില്ല കേട്ടോ. ഞാനൊരു കുറവ് വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കതിന് വിഷമയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്പുഷ്ടിയായിട്ട് തരും. അതെനിക്ക് അറിയാം. ഞാൻ പിന്നെ നമ്മളൊന്നും അധികം കഴിക്കുന്നവരും അല്ല. ഇന്നാൾ ആരാണ്ട്
ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇത്രയും കുറച്ച് ഫുഡ് കഴിച്ചാൽ വിശക്കൂലെന്ന്. ഒരിക്കലും വിശക്കൂല. കാരണം ആ അളവാ കഴിക്കണേ. ഒരളവ് നമ്മൾ നീ പറയൂലേ എപ്പോഴും, ഒരളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമ്മച്ചി വരെ അങ്ങനെയായിരുന്നല്ലോ. ഒരവളെ അളവിൽ കൂടുതൽ അമ്മച്ചി കഴിക്കില്ലായിരുന്നു. നമുക്ക് പിന്നെ ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ട്. ഈ ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ട് വാഴപ്പഴം എപ്പോഴും ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ പേരയ്ക്ക ഉണ്ടാവും, ചിലപ്പോൾ പപ്പായ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന ഫ്രൂട്ട്, സീസൺ ഫ്രൂട്ട് ആപ്പിൾ. ഞാൻ ഇന്നേ മറന്നു പോയി ഇച്ചിരി ആപ്പിൾ മേടിക്കാൻ പറയാം. അത് അപ്പ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, നിർത്താൻ പറ്റിയില്ല, അതുകൊണ്ടാ മേടിക്കായിരുന്നേ. പക്ഷെ ആപ്പിളിന്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയില്ലേ? ഈ നാളെ പോകുമ്പോ കൊണ്ടുപോകാനേ, അതിന് വേണ്ടിയാ പറഞ്ഞത്. അപ്പൊ ഇത് ഓരോന്ന് എടുക്കട്ടെ എന്നാ. ഒന്നുമില്ല അതിനകത്ത്, കുപ്പിക്കായിട്ട് കൊണ്ടുവന്നതാ. ആണോ? നാളെ പോകുമ്പോഴേ അതിനകത്ത് ഇട്ട് നമുക്ക് കൊണ്ടുപോകാം. വൃത്തികേട് കഴുകണ്ടേ? വേണ്ട, അത് ആ സാധനം തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പൊ കുഴപ്പമില്ല. അതിലിട്ട് വെച്ചിരുന്ന സാധനം തന്നെ അതിനകത്തുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ഞാനത് കൊണ്ടുവന്നേ. ഓരോന്ന് എടുത്തു വെക്കാം കേട്ടോ. ഇത് ആപ്പിളാണോ? മാത്രമാണോ? പേരയ്ക്ക. അകത്തു കൈ പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. പഴുത്തതാ. പഴുത്ത കല്യാണിന്ന് മേടിച്ചത്. അതെ അല്ലേ? ഏഞ്ചലേച്ചി കൊച്ചമ്മായി അവിടെ കിടന്നപ്പോ കല്യാണി പോയി ഫ്രൂട്ട്സ് മേടിക്കണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവള് കല്യാണി കയറി ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അടുത്ത 2 പേർക്കും കൂടെ കുടിക്കാനുള്ളത്. അതെന്താന്നറിയോ? നൂറിന്റെ സൂപ്പാണ്. പക്ഷെ ഈ ബ്രോക്കോളി ഇല്ലേ, ബ്രൊക്കോളി സൂപ്പ് അടിപൊളിയാ നൂറിന്റെ. അപ്പൊ ബ്രൊക്കോളി ഒരിക്കലും കിട്ടാറുമില്ല. കിട്ടിയപ്പോ ഞാനൊരു 5-6 ഒരുമിച്ച് മേടിച്ചതല്ലേ? കല്യാണിന്ന് കിട്ടിയതാട്ടോ. 4 പാക്ക് അല്ല 6 ഉണ്ടോ? 1 2 3 4 5 അതിൽ കിടപ്പുണ്ടാവും. ഉണ്ട്, ഇതിലുണ്ട് കേട്ടോ. കാരണം അത് എപ്പോഴും കിട്ടൂല. വളരെ റെയർ ആയിട്ട് ഈ ബ്രൊക്കോളി കിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫ്ലേവറും കിട്ടാറുണ്ട്. ബ്രൊക്കോളി കിട്ടിയപ്പോ ഞാൻ മേടിച്ചത്. ഇനി ഇരിപ്പുണ്ട് അവിടെ. മഴക്കാലത്താ നമ്മളിത് കൂടുതലും കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയി ബ്രൊക്കോളിയുടെ. അത് ഞാൻ അത് ഇട്ട് വെക്കണം, അതിലിട്ട് വെച്ചേക്കാം. പാക്കറ്റ് ഇങ്ങനെ സൂപ്പിന്റെ ഇത് മേടിക്കുമ്പോൾ ഇട്ട് വെക്കുന്ന ടിന്നിൽ ഇട്ടേക്കാം. അൻസിന്റെ ടിന്നിൽ ഇട്ട് വെക്കണം. അതിൽ വെച്ചേക്കാട്ടോ. എന്നാ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇത് മാറ്റട്ടെ. പിന്നെ സാമ്പിൾ കിട്ടുന്നതെല്ലാം ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കാം. അത് എന്തെന്ന് സാമ്പിൾ കിട്ടണതേ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇത് മറ്റവനല്ലേ കപ്പലണ്ടി? അതെനിക്ക് മനസ്സിലായി. അത് പൊട്ടിക്കണ്ടല്ലോ, പൊട്ടിക്കുമ്പോ കാണിക്കാം. അതാണോ ഇതിലിടാനുള്ളത്? അതിലിടാം. നാളെ പോകുമ്പോ വേണേ കൊണ്ടുപോവാം. നല്ലതാ, അത് കൊണ്ടുപോവാം. അത് പൊട്ടിക്കുമ്പോ കാണിക്കാം കേട്ടോ. കട്ട് ചെയ്തിടുമ്പോ നിങ്ങളെ കാണിക്കാം. ഒരു പാക്കറ്റിന് വില പറഞ്ഞു. വിലയും കാണിച്ചേക്കാം. 250 ഗ്രാമാണ് 77.5 രൂപ. എനിക്കിത് ഒരു സ്ഥലത്ത് പോകുമ്പോ കൊണ്ടുപോകാനുണ്ട്. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ നമുക്ക് പോകുമ്പോ ആ വീക്കെൻഡിൽ മേടിച്ചാൽ മതി. ഫ്രഷ് ആയിട്ട് കൊടുക്കാലോ. അപ്പത്തേ കുറെ ബില്ലുകൾ ഇതിൽ കിടപ്പുണ്ട്. ബില്ല് സൂക്ഷിച്ചോളണം, ആവശ്യമുള്ളതാണ്. കുറെ ബില്ലില്ലേ, ഇതിൽ ഒരെണ്ണാട്ടോ ഉള്ളൂ. അത് കല്യാണിന്ന് മേടിച്ചേ. ഇനി അടുത്തത് എടുത്തോ. ഓരോന്ന് എടുക്കാം. സിമ്പിൾ സാധനങ്ങളാ, പക്ഷെ എല്ലാം മേടിച്ചത് പറഞ്ഞല്ലോ അല്ലേ? രസകരമായിട്ടുള്ള സാധനങ്ങളാ. അതെനിക്ക് വേണ്ടി മേടിച്ചതാ. ഗ്രീൻ ടീ. ഗ്രീൻ ടീ ബാഗാ. ടീ ബാഗ് അല്ലേ? തുളസി ഹണി ലെമൺ. വില പറയണം. ഹണി ലെമൺ വില എവിടെയാന്ന് നോക്കിയേ. നോക്കാം കേട്ടോ. ഇതല്ല അല്ലേ? കണ്ണാടി വെച്ചാൽ രാത്രി കാണാവൂള്. ഇവിടെ ഉണ്ട് നോക്കിക്കേ. 225 രൂപ. എത്ര പാക്കറ്റ് ഉണ്ട്? 25 ഓർഗാനിക് ഇന്ത്യയുടെ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ ആ ടീ ബാഗ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് മേടിച്ചതാ. അപ്പൊ അതൊരെണ്ണം. ഗ്രീൻ ടീ ഇവിടെ വെക്കാം. പണ്ട് ഞാൻ കുടിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് നിർത്തി. പിന്നെ ഇപ്പൊ വീണ്ടും. പച്ചപ്പഴാണോ? റോബസ്റ്റ. അതെന്തിനാന്നറിയോ? ഒരു എഗ്ലെസ് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ. എഗ്ലെസ് പാൻ കേക്ക്. എഗ്ലെസ് 3 ഇൻഗ്രീഡിയന്റ് വെച്ച് നമ്മള് സ്മൂത്തി ഉണ്ടാക്കില്ലേ? സ്മൂത്തി ഉണ്ടാക്കണ ആ ഇത് തന്നെ പോരാ. സ്മൂത്തി ഉണ്ടാക്കണ അതേ സാധനം വെച്ച് പാനില്
ടോസ്റ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് സ്മൂത്തി ആയിട്ട് നമ്മൾ കുടിക്കില്ലേ, ആ ബാറ്റർ നമ്മൾ പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ പാലും പഴവും അടിച്ചു ഷുഗറും വേണമെങ്കിൽ ചേർക്കാം. ഷുഗർ വേണമെന്നില്ല, ഇച്ചിരി മധുരം വേണ്ടി വരൂലേ. വേണമെങ്കിൽ ഒരു മുട്ട ആഡ് ചെയ്യാം കേട്ടോ. അത് ഞായറുണ്ടാക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 റോബസ്റ്റ പഴം. അതിന് റോബസ്റ്റ പഴം തന്നെ വേണമായിരിക്കും അല്ലേ? അതെ 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 അതെ. ഇതെല്ലാം ഒന്നിച്ച് വെക്കാട്ടോ. അതിന്റെ വില കടിച്ച് അയ്യോ അത് നോക്കിയില്ലല്ലോ. എല്ലാരും വില ചോദിക്കണോണ്ടാണ് കേട്ടോ. അതിന്റെ വില 9 രൂപ. 2 പഴം 275 ഗ്രാം, 1 കിലോ 35 രൂപ. ഓക്കെ, ഇങ്ങനെ വെക്കാം. ഇനി അടുത്ത സാധനം ഇതിങ്ങനെ മാറ്റാം. ബീൻസാണോ? ബീൻസാ. അത് പിടികിട്ടി. ബീൻസ് അമ്മക്ക് ഇത്തവണ പിടികിട്ടി. 125 ഗ്രാം. വില കുറഞ്ഞല്ലോ, 1 കിലോ 59 രൂപയായി ഇപ്പൊ. അത്രയായില്ലേ? ഞാൻ കറിക്ക് വേണ്ടി മേടിപ്പിച്ചായിരുന്നു. എന്നെ എപ്പോഴും അച്ചിങ്ങ എങ്ങനെയാന്ന് ഓർത്തത്. 1/4 കിലോ ബീൻസ് മേടിച്ചു. ബീൻസ് കഴിക്കണം നല്ലതാ. ഇത് കട്ടി വേണമെന്നില്ല. ബീൻസ് പിന്നെ എല്ലാവർക്കും അറിയാലോ, എപ്പോഴും അല്ല നാളെ ഇപ്പൊ എടുക്കണില്ലല്ലോ. ഇതെനിക്ക് മനസ്സിലായി, അപ്പയുടെ ഫേവറേറ്റ് സാധനം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ഫിഷ് കറി. ഓർത്തോ ചപ്പാത്തി കണ്ടപ്പോ ഇത് എന്തിന്റെ കൂടെ കഴിക്കും? അല്ല, അത് എനിക്ക് തോന്നിയായിരുന്നു. ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ കറി കൊണ്ടുവരുമെന്ന്. ഇപ്പൊ ചിന്തകളൊക്കെ വന്നു തുടങ്ങി. 152 380 ഗ്രാം 152 രൂപ. ഇതിൽ ഇത്തവണ ഞാനേ 1 പീസ് മീനെ ഇടിച്ചിട്ടുള്ളൂ. നന്നായി, ബാക്കി ഫുള്ള് ഗ്രേവി. വളരെ നന്നായി. എന്നാന്നോ ഇന്ന് അപ്പൊ മാർക്കറ്റിൽ ചെന്നപ്പോ വെളാമീൻ കണ്ട്. 1.25 കിലോയാണോ 1.5 ഒരെണ്ണം മേടിച്ചു. പകുതി ഞാൻ വേവിച്ചു വെച്ചു. നാളെ കുറെ കഷ്ണങ്ങൾ അരപ്പ് പുരട്ടി വറക്കണം. അപ്പൊ വറുത്താലും വെളാമീൻ നല്ലതല്ലേ. അപ്പൊ ഇത് കഷ്ണം ഇല്ലാത്തത് നന്നായി. ചപ്പാത്തിക്കാകുമ്പോ ഗ്രേവി നല്ലതുമല്ലേ. നമുക്ക് അടുത്ത ആഴ്ച ഇച്ചിരി കള്ളൊക്കെ വാങ്ങിച്ചേച്ച് പാലപ്പം ചൂടാം. ഒരുപാട് നാളായില്ലേ ഉണ്ടാക്കിയിട്ട്. കള്ള് വാങ്ങിക്കാൻ, എന്നിട്ട് പച്ചത്തേങ്ങ അരച്ച് പാലപ്പം. കുറെ നാളായില്ലേ പാലപ്പം കഴിച്ചിട്ട്. പാലപ്പം കഴിക്കുന്നുണ്ട്. ഓരോ അവസരങ്ങളിൽ ഓരോ ചടങ്ങിന് ചെല്ലുമ്പോ ഈസ്റ്റിന്റെ പാലപ്പം കഴിക്കാറുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ പാലപ്പം കഴിച്ചിട്ട് കുറച്ചായി. പിന്നെ നീ ഇന്നാള് മേടിച്ചോണ്ടും വന്നു പാലപ്പം. അപ്പൊ എനിക്കിപ്പോ ഉണ്ടാക്കണോന്ന് അങ്ങനെയൊന്ന് തോന്നി. അപ്പൊ നമുക്ക് ഉണ്ടാക്കണമെന്ന്, എന്റെ പാലപ്പം ഉണ്ടാക്കണ കൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും വെറുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ഞങ്ങള് കുറെ നാളായി അപ്പൊ അങ്ങനെ. അപ്പൊ ദേ മേടിച്ച സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ചിലതൊക്കെ ഗുണമുള്ളതൊക്കെ എല്ലാം ഗുണമുള്ളതാണ്. കുറച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇതിൽ നിറച്ച് ബില്ല. അതെ. മറ്റേ കവറുകൾ നിനക്ക് വേണോ? പ്ലാസ്റ്റിക് വേണ്ട. വേണമെങ്കിൽ ഇവിടെ ഇതിനകത്തേക്ക് വെച്ച് വേണ്ട. അപ്പൊ ഇനി ഫിഷ് കറി പൊട്ടിക്കുമ്പോ കാണാം. അത് കഴിക്കാൻ എടുക്കുമ്പേ എടുത്താ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ തൽക്കാലം പൊട്ടിച്ച് ഇതിലെടുത്തേന്നാ പിന്നെ ആ പരിപാടി. അപ്പക്ക് ഇപ്പൊ തന്നെ കൊടുത്തേരെ. കപ്പ അങ്ങനെ കൊടുക്കണ്ട. അപ്പൊ ഇരുന്ന ഇരിപ്പില് നിയന്ത്രണം ഇല്ലാതെ ചിലപ്പോ കഴിക്കും. ചപ്പാത്തിയാ നിയന്ത്രണം ഇല്ലാതെ കഴിക്കും. അപ്പേരെ ഇപ്പൊ കളിയാക്കണായിരുന്നു. അപ്പ ചിലപ്പോ കഴിക്കൂല കേട്ടോ. അത് ശരിയാ, വേണ്ടാന്ന് പറയും. പക്ഷെ നിയന്ത്രണം വിട്ടുപോകും. വേണ്ടാന്ന് പറഞ്ഞാല് അപ്പ അത് കഴിക്കൂല. ഏഞ്ചലിയേച്ചി പറയും, മധുരസാധനം കാണുമ്പോ കുഞ്ഞോൻ ചാച്ചന്റെ പോലെ തന്നെ എനിക്ക് നിയന്ത്രണം വിടുന്നു. കൊച്ചമ്മായിക്കും അങ്ങനെയാണ്. പക്ഷെ ഏഞ്ചലച്ചിനെ കണ്ടാ അങ്ങനെയൊന്നും തോന്നൂല. പുള്ളിക്കാരി അന്നേരം ഭയങ്കര ആക്ടിവിറ്റി അല്ലേ, എപ്പോഴും ഇങ്ങനെ പറമ്പിലിറങ്ങി പച്ചക്കറി നടിയിലും ചെടി നടിയിലും അങ്ങനെയുള്ള. നോക്കട്ടെ, നല്ല ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. വളരെ ക്രിസ്പിയാണ് ഈ സാധനം. നല്ല രസമാണ് ഇത് കടിച്ചു പൊട്ടിച്ച് കഴിക്കാൻ. അമ്മയ്ക്ക് ഇഷ്ടാണോ? ഞാനങ്ങനെ ഇതൊന്നും വിട്ടൊന്നും തിന്നൊന്നുമില്ല. ഇഷ്ടമൊക്കെയാ. തണുക്കാതെ വേഗം ഇടാം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ രസം പോകും. ഇപ്പൊ നല്ല ക്രിസ്പിയാണ് ഇത്. നല്ല ക്രിസ്പിയാ. വേണമെങ്കിൽ നാളെ പോകുമ്പോ കൊണ്ടുപോവാം. അത് കുഞ്ഞു ഡപ്പേ കൊണ്ടുപോവാം. ഇതിലും കുഞ്ഞു ഡപ്പ ഉണ്ടോ? പിന്നെ പല മോഡൽ ഡപ്പകളുണ്ടല്ലേ. ബാക്കിയുണ്ടല്ലേ? അതാ കുഞ്ഞു ഡപ്പ ഇട്ടിടാന്നേ. ഡപ്പയുണ്ട്, പോപ്പിൻസ് ഇടുന്ന ഡപ്പ, പോളോ ഇടുന്ന ഡപ്പ. ഇത് കണ്ടിട്ട് ആർക്കൊക്കെയാണ് കപ്പലണ്ടി മിഠായി കഴിക്കാൻ തോന്നിയെന്ന് പറയണേ. ഇതിൽ കുറച്ചുണ്ട്, അത് കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. അടയ്ക്കട്ടെ എന്നാ? ഇതാ അടച്ചോ. എനിക്ക് ശരിയാവൂല, തണുത്തു. ഈ സാധനം മാത്രം തണുത്താ അതിന്റെ രസം മൊത്തം പോകും. ഞാൻ മറ്റേ കുപ്പിങ് എടുക്കാം, അത് അതിനകത്തേക്ക് ഇപ്പൊ തന്നെ ഇടാം.